സൂത്ര, ദേ അല്പനും ജൽപ്പനും ഒരു സംശയം. എന്താ സംശയം? അതെ, ഈ പങ്കിടുക പങ്കുവയ്ക്കുക ഇതിലേതാ ശരി? ഓ, മലയാളത്തിലെ സംശയമാണോ? മലയാളത്തിലെ സംശയമോ? മനസ്സിലായില്ലേ, മലയാളത്തിലാണോ സംശയിച്ചതെന്ന്? അല്ല, പങ്കിടുക പങ്കുവയ്ക്കുക ഇത് രണ്ടും മലയാളത്തിലെ വാക്കുകളാണല്ലോ. ഭാഷ ഏതായാലും ശരി, ഏതാണെന്ന് അറിഞ്ഞാൽ മതി. രണ്ടും ശരിയാ, പക്ഷേ പങ്കിടുക എന്നതാണ് കൂടുതൽ നല്ലത്. പങ്കുവയ്ക്കുക അല്ലേ കൂടുതൽ നല്ലത്? അല്ലല്ല, പങ്കിടുക എന്ന് പറയുമ്പോഴാ കൂടുതൽ രസം. പങ്കുവയ്ക്കുക എന്ന് പറയുന്നതിന് രസമുണ്ടല്ലോ. പങ്കിടുകയല്ലേ ചെറിയ വാക്ക്. പങ്കിടുക 4 അക്ഷരമേ ഉള്ളൂ. പങ്കുവയ്ക്കുക അതിന് 5 അക്ഷരമുണ്ട്. 5 അല്ലേ വലുത്? അപ്പോൾ പങ്കുവയ്ക്കുക ജയിച്ചു. അതല്ലടോ, 4 അക്ഷരമാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീരും. പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നത് എന്തിനോ? നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. താൻ എന്തൊക്കെ പറഞ്ഞാലും പങ്കിടുക അതാ നല്ലത്. ചേട്ടാ, എന്നാ പിന്നെ ഉറപ്പിക്കട്ടെ, പോയിട്ടൽപ്പം തിരക്കുണ്ട്. അവന് അല്പം തിരക്ക്, നിനക്ക് ജൽപ്പം തിരക്കാണോ? പങ്കിടൽ അത് മതി, ഉറപ്പിച്ചോ. അല്ല, അതൊക്കെ പോട്ടെ, ഇത്ര തിരക്കിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? കുറച്ച് മുട്ട കിട്ടി, അതിലൊരു പങ്ക് അമ്മാവന് കൊണ്ടു കൊടുക്കാൻ അമ്മ പറഞ്ഞു. അമ്മാവന് പങ്കിടണമോ പങ്കുവയ്ക്കണോ എന്നറിയാനാ. ബെസ്റ്റ്. അമ്മാവന് മുട്ട കൊടുക്കാൻ മലയാളം പഠിക്കണോ? ചതിച്ചു. സൂത്രൻ ചേട്ടൻ പറഞ്ഞത് അനുസരിച്ചത് മണ്ടത്തരമായി. അതെന്താ? പങ്ക് വെച്ചാൽ മതിയായിരുന്നു, പങ്ക് ഇട്ടപ്പോൾ മുട്ട പൊട്ടിപ്പോയി.